ചുണ്ട് മുറിക്കല്ലേ, റസൂലുള്ളാന്റെ മൂക്കാണ് ആ മൂക്ക് വികൃതമാക്കല്ലേ. അള്ളാന്റെ റസൂലിന്റെ തിരുനെറ്റിത്തടമാണ് ആ നെറ്റിത്തടം. അള്ളാഹുവിന്റെ റസൂലിന്റെ രൂപം അവിടുത്തെ പ്രിയപ്പെട്ട കൊച്ചുമക്കളിൽ ഏറ്റവും വ്യക്തമായി കിട്ടിയത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. ആ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ മുഖവും മൂക്കും നെറ്റിയും വികൃതമാക്കുമ്പോൾ അവർ വിളിച്ചു വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, പ്രിയപ്പെട്ട അനുയായികൾ, മുഅ്മിനീങ്ങൾ, ഇങ്ങനെ വേദനിപ്പിക്കല്ലേ, ഹുസൈന്റെ മുഖം വികൃതമാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇഞ്ചിഞ്ചായി വെട്ടിമുറിക്കപ്പെട്ടുവെങ്കിലും, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പീഡനം സഹിച്ചുവെങ്കിലും, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നെങ്കിലും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹുസൈൻ വിജയത്തിലായിരുന്നു. ഹുസൈന് പിന്നീട് ഒരിക്കലും ദുഃഖം അനുഭവിക്കേണ്ടി വന്നില്ല, പിന്നീട് ഒരിക്കലും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നില്ല. സയ്യിദു ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗവാസികളായ യുവാക്കന്മാരുടെ നേതാവെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിജയത്തിന്റെ ദിവസമായിരുന്നു അത്. ഭൗതികമായ അർത്ഥത്തിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടുവെങ്കിലും, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആഗ്രഹിച്ചത് കിട്ടിയ ദിവസമാണ് മുഹറം 10. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആഗ്രഹിച്ചത് ലഭിച്ച ദിവസമാണ് മുഹറം 10. ഹുസൈന്റെ ശത്രുക്കൾ പരാജയപ്പെട്ട, എന്നേക്കുമായി തകർക്കപ്പെട്ട, എന്നേക്കുമായി ഹുസൈന്റെ ശത്രുക്കൾ നഷ്ടപാളികളായ ദിവസമാണ്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗുരു കൂടിയായ അസ്മഈ പറയുന്നു, ഞാൻ പരിശുദ്ധമായ കഅബാലയത്തിൽ ഒരിക്കൽ പോകുമ്പോൾ, കഅബാലയത്തിന് ചുറ്റും ഞാൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു മനുഷ്യൻ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ഞാൻ രക്ഷപ്പെടുകയില്ലല്ലോ പടച്ചവനെ, അല്ലാഹുവേ, ഞാൻ നഷ്ടത്തിലാണല്ലോ തമ്പുരാനെ, അല്ലാഹുവേ, ഞാൻ എങ്ങനെയാ രക്ഷപ്പെടുക റബ്ബേ, അല്ലാഹുവേ, ഞാൻ നിരാശയിലാണല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നിർഭയത്വത്തിന്റെ വീടാണ് പരിശുദ്ധ കഅബാലയം എന്ന ഹദീസ് ഓർത്തുകൊണ്ട് അസ്മഈ ചെന്നിട്ട് ആ മനുഷ്യനെ തട്ടി വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്തായി പറയുന്നത്? ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും നിർഭയത്വം കൊടുക്കുന്ന വീടാണ് കഅബാലയം, ഇവിടെ വന്ന് ചോദിച്ചാൽ റബ്ബ് സ്വീകരിക്കുമെന്നാണ്. ആ കഅബാലയത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇത്രയും നിരാശയാകാനുള്ള കാര്യം എന്താണ്? നിങ്ങൾ ഇത്രയും അപകടകരമായ രീതിയിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാനുള്ള കാര്യം എന്താണ്? മഹാനായ അസ്മഈയോട് ആ മനുഷ്യൻ പറയുന്നു, സഹോദരാ, ഇവിടെ വരുന്ന സർവ്വാളുകളും വിജയിച്ചവരാണ്, ഇവിടെ വന്ന് റബ്ബിനോട് ദുആ ചെയ്താൽ അവർ വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ എന്റെ കാര്യത്തിൽ എനിക്ക് ആ ഉറപ്പില്ല. കാരണം മഹാനായ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി ഹുസൈനെ വധിച്ചു കളഞ്ഞ ധിക്കാരികളുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നു ഞാനും. അന്ന് ഞാൻ അവരോടൊപ്പമായിരുന്നു, അന്ന് ഞാൻ അവരെ പിന്തുണച്ച ആളാണ്. ഞാൻ ആ പിന്തുണച്ചതിന് ശേഷം പിന്നീട് എപ്പോഴും എനിക്ക് മനോവേദനയാണ്. ഞാൻ അടുത്ത ദിവസം ഒരു സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്നത്തിൽ ഞാൻ കാണുകയാണ്, എല്ലാ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും ഹുസൈൻ അനുകൂലമായി നിൽക്കുകയാണ് മഹ്ശറയിൽ, അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ. അള്ളാഹു തആല ചോദ്യം ചെയ്യാനെടുക്കുന്ന സമയത്ത് സർവ്വ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും അതാ ഹുസൈൻ അനുകൂലമായി നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ആ സന്ദർഭത്തിൽ ഒരു അശരീരി ഞാൻ കേൾക്കുകയാണ്, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമകനായ ഹുസൈനെ കൊന്ന ആളുകൾ അവർക്കെങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് എന്ന ശരീര ശബ്ദം ഞാൻ കേൾക്കുകയാണ്. ഇത് കേട്ട നിമിഷം മുതൽ എന്റെ ഹൃദയം പൊടിപൊടിയുകയാണ്, എന്റെ ഹൃദയത്തിന് സമാധാനമില്ല. ഞാൻ ഇനി എത്ര റബ്ബിനോട് തൗബ ചെയ്താലും എന്റെ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് എനിക്ക് കിട്ടുമോ, എന്റെ റബ്ബിന്റെ തൃപ്തിയിൽ ഞാൻ പെടുമോ എന്ന ആശങ്കയിലാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പൊട്ടി കരയുന്നതായിട്ട് ഇമാം ഷാഫിയുടെ ഗുരു കൂടിയായ അസ്മഈ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചവരും അതിന് കൂട്ടുനിന്നവരും മൊത്തം നഷ്ടപാളികളായപ്പോൾ ഹുസൈൻ അന്നത്തെ ദിവസം വിജയത്തിന്റെ ദിവസമായി
ആയിരുന്നു. രക്തസാക്ഷിത്വം ആഗ്രഹിച്ച ആളാ ഹുസൈൻ, ഷഹാദത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആളാ ഹുസൈൻ. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ ആഗ്രഹിച്ച രക്തസാക്ഷിത്വമാ അല്ലാഹു തആല കൊടുത്തത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമയുടെ പൊന്നോമന മകനായ ഹുസൈനെ ഒരിക്കൽ മരണത്തോടടുത്ത സമയത്ത് അടുത്ത് വിളിച്ചിരുത്തിക്കൊണ്ട് ഫാത്തിമ പറഞ്ഞതാ, ഹുസൈനിൽ നിന്ന് ഞാൻ രക്തസാക്ഷിത്വത്തിന്റെ മണം ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞതാ. ആ ഫാത്തിമയുടെ അടുക്കലേക്ക് പെട്ടെന്ന് പോകാൻ തന്റെ വലിയുപ്പയായ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പെട്ടെന്ന് പോകാൻ, തന്റെ വലിയുമ്മയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് പെട്ടെന്ന് പോകാൻ, തന്റെ ഉമ്മയായ ഫാത്തിമത്തു സഹ്റാന്റെ അടുക്കലേക്ക് പെട്ടെന്ന് പോകാൻ, തന്റെ ഉപ്പയായ അലിയുൻ കറമല്ലാഹു വജ്ഹുവിന്റെ അടുക്കലേക്ക് പെട്ടെന്ന് പോകാൻ, രക്തസാക്ഷിത്വത്തിന്റെ ഭാഗ്യം കിട്ടാൻ, ഇനി ഒരിക്കലും വെള്ളം ചോദിക്കേണ്ടി വരാത്ത, ഇനി ഒരിക്കലും ഭക്ഷണം കഴിക്കേണ്ടി വരാത്ത, ഇനി ഒരിക്കലും ആഗ്രഹങ്ങളൊന്നും ദുനിയാവിൽ അവശേഷിപ്പിക്കേണ്ടി വരാത്ത അല്ലാഹു തആല ഏറ്റവും ഉത്തമമായ ഭാഗ്യമായ ഷഹാദത്ത് കൊടുത്ത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ അനുഗ്രഹിച്ച ദിവസമാണ് മുഹറം 10. ഒരു കർബലയുടെ ദുഃഖം നമുക്കുള്ളപ്പോഴും ഹുസൈൻ ആഗ്രഹിച്ച രക്തസാക്ഷിത്വം ഹുസൈന് കിട്ടിയതാ മക്കളെ. ഹുസൈൻ ആഗ്രഹിച്ച സ്വർഗത്തിലെ സയ്യിദ് ശബാബി അഹ്ലുൽ ജന്ന, സ്വർഗത്തിലെ അഹ്ലുകാരുടെ യുവാക്കളുടെ പിതാവ്, യുവാക്കളുടെ നേതാവായ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച അവസ്ഥയിലേക്ക് എത്തിയ മുഹറം 10. ഈ മുഹറം 10ന്റെ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരീക്ഷണങ്ങൾ ഈ സമുദായത്തിന് പുതിയതല്ല. ഈ സമുദായത്തിന്റെ നേതാക്കന്മാർക്കും പ്രവാചകന്മാർക്കും ഔലിയാക്കന്മാർക്കും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നതാ. ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നവരുടെ കൂട്ടത്തില് എന്റെയും നിങ്ങളുടെയും ജീവന്റെ തുടിപ്പായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പരീക്ഷണം നേരിടേണ്ടി വന്നു. ഒന്നോർത്തു നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, റസൂലുള്ളാഹിയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും ആരാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കും എന്ത് സ്ഥാനമാ ഉള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിൽ ചവിട്ടി മെതിച്ച എത്രയോ കോടാനുകോടി മണൽത്തരികളുണ്ടല്ലോ. അള്ളാന്റെ റസൂലിന്റെ പാദസ്പർശമേൽക്കാൻ ഭാഗ്യം കിട്ടിയ മദീനയിലെ മണൽത്തരികളിൽ നിന്ന് ഒരൊറ്റ മണൽത്തരി എടുത്തുകൊണ്ടുവന്ന് ആ മണൽത്തരി 1000 വർഷം അറബിക്കടലിൽ ഇട്ട് കഴിഞ്ഞാൽ മക്കളെ, അള്ളാന്റെ റസൂലിന്റെ പാദം തൊട്ട മണൽത്തരിയാണ് വീണതെന്നതുകൊണ്ട് അറബിക്കടലിലെ ജലത്തിന് എന്തുമാത്രം മഹത്വം ഉണ്ടാകുമോ, ആ അറബിക്കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവന്ന് ആ വെള്ളം നമ്മുടെ കയ്യിൽ വെച്ചാൽ ആ വെള്ളത്തിന് എന്തുമാത്രം മഹത്വം ഉണ്ടാകുമോ, ആ മഹത്വത്തിന്റെ കോടിയിലൊരു അംശം മഹത്വം അവകാശപ്പെടാൻ അബ്ദുൽ നാസർ മഅദനിക്ക് യോഗ്യതയുണ്ടോ? എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് യോഗ്യതയുണ്ടോ? ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഭാരതീയനും കേരളീയനും യോഗ്യതയുണ്ടോ? ആ യോഗ്യതയില്ലാത്ത അല്ലാഹുവിന്റെ ഹബീബിന്റെ കാൽച്ചുവട്ടിൽ ചവിട്ടിയരയ്ക്കപ്പെട്ട മണൽത്തരികളിൽ നിന്നൊരു മണൽത്തരി കോടാനുകോടി വർഷം വെള്ളത്തിലിട്ട് വെച്ചാൽ ആ കടലിലെ ജലത്തിനുണ്ടാകുന്ന മഹത്വത്തിന്റെ ഒരു കോടിയിലൊരു അംശം പോലും മഹത്വം അവകാശപ്പെടാനില്ലാത്ത ഞാനും നിങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും പിടിച്ചു നിർത്തേണ്ടതെന്താ? ഖുൽ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅല അല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹ് പ്രവാചകനോട് പറഞ്ഞ വാക്കാണ് മക്കളെ. നബിയെ അങ്ങ് പറയുക, ലൻ യുസീബനാ, തീർച്ചയായും നമുക്ക് ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു നമുക്കെന്ത് വിധിച്ചിട്ടുണ്ടോ അതല്ലാത്ത മറ്റൊന്നും നമുക്ക് വരില്ല. ഹുവ മൗലാനാ, അവനാണ് നമ്മുടെ യജമാനൻ, വേറെ ആരും നമുക്ക് യജമാനനായിട്ടില്ല. മൻമോഹൻ സിംഗ് യജമാനനല്ല, പി ചിദംബരം യജമാനനല്ല, കൊടിയേരി ബാലകൃഷ്ണൻ യജമാനനല്ല, DGP ജേക്കബ് പുന്നൂസ് യജമാനനല്ല, സിറ്റി പോലീസ് കമ്മീഷണർ മനോജ് എബ്രഹാം യജമാനനല്ല. യജമാനൻ ഹുവ മൗലാനാ, ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ് യജമാനൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിച്ചു കൊള്ളട്ടെ. പടച്ചവനിൽ അങ്ങോട്ട് പരമേൽപ്പിക്കാം. പടച്ചവൻ എന്ത് വരുത്തുന്നോ അത് വരട്ടെ.
അള്ളാഹ് എന്ത് നിശ്ചയിക്കുന്നുവോ നിശ്ചയിക്കട്ടെ. ഇത് ചരിത്രത്തിൽ ആദ്യത്തെ കാര്യമൊന്നുമല്ല. വിഷമങ്ങൾ സഹിക്കേണ്ടി വരില്ലായിരുന്നെങ്കിൽ അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷെ ഞാനും നിങ്ങളെ അപേക്ഷിക്കുമ്പോൾ എവിടാ റസൂലുള്ള ഉള്ളത്? എവിടാ റസൂലുള്ള ഉള്ളത്? കുന്തു